വരുവാനില്ലാരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമിന്നും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു പാട്ടൊക്കെ പാടിയിട്ട് എവിടെയോ പോകുന്നല്ലേ? ഞാനൊരു സ്ഥലം വരെ പോവുകയാണേ ഫ്രണ്ട്സ്. അപ്പോൾ ഈ റോഡിലൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ പാടാൻ തോന്നിയൊരു പാട്ടാണ് കേട്ടോ. ആരും ഇല്ലയെന്ന് കരുതി പോകുമ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടത്. ആരാണെന്നല്ലേ, ഇതോ പോകുന്നു കണ്ടോ, നമ്മുടെ കുരങ്ങന്മാർ തന്നെ. ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഈ വഴിയിലൊക്കെ. ഞാൻ അതിനെ കണ്ടിട്ടൊന്ന് ചെറുതായിട്ട് ഓടി, അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ ഒരു ബ്ലറായി കിടക്കുന്നത് കേട്ടോ. ഇതെവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആ കുരങ്ങന്മാർ, കണ്ടല്ലോ. ഞാനതിനെ കുറേ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ നോക്കി. അവിടെ ഒരു വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പ്ലാവിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരുടെ വരവ്. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനിങ്ങനെ എടുത്തിട്ടാണ് വലിയ കുരങ്ങന്മാർ എവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനതിനെ കുറേ കളിപ്പിക്കാൻ നോക്കി, പക്ഷെ അത് ഇങ്ങനെ മുൻപോട്ടേക്ക് ചാടി വരാൻ പോയപ്പോൾ ഞാൻ പിന്നെ വേഗം പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിയതാണ്. കാരണം ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതോ മാതാനായിട്ട് വന്നാലോ. ഇതാ നമ്മളിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഇവിടെ പോകുന്ന വെച്ചാൽ ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം കേട്ടോ. നല്ല കല്ലൊക്കെ പാകിയിട്ടുള്ള നല്ല അടിപൊളി വഴിയാണേ. ഇപ്പോൾ മനസ്സിലായല്ലോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയൊക്കെ വന്നതെന്ന്. അത് തന്നെ, നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു കുളത്തിൻ്റെ കരയിൽ എത്തിയിട്ടുണ്ടേ. വൈകക്കുട്ടി നന്ദു ആച്ചൊക്കെ ഇവിടുന്ന് നീന്താൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് അവരൊക്കെ ഇവിടുന്ന് തിമർത്ത് നീന്തുന്നുണ്ട്, കണ്ടില്ലേ? ആ കാണുന്നത് വൈകുവാണ് കേട്ടോ. എന്തുണ്ട് നമ്മുടെ കുളം, എല്ലാവർക്കും ഈ കുളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരും എന്തോ ഒന്നും കമൻ്റൊന്നും ഇടാത്തത് കുളത്തിനെ കുറിച്ചൊന്നും. ആർക്കും കുളം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ചെറിയ കുളം ആയതുകൊണ്ടാണോ? ചെറിയ കുളം ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പഠിക്കുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ആ ഒരു സൈഡിലുള്ള വ്യൂ കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടും? ഇത് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, നല്ല ഭംഗിയില്ലേ? വയലിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. വെള്ളം കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി തോന്നുന്നുണ്ട്. എന്തായാലും വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ പയ്യൊന്നും ഇപ്പോൾ അതൊക്കെ ഇറങ്ങാം. ഇതതിൻ്റെ സൈഡിലൊക്കെ ഇട പൂക്കളാണ് കേട്ടോ. ചെക്കിപ്പൂവാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് റോസ, ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന റോസാപ്പൂവാണ്. ഇപ്പം ഈ റോസാപ്പൂ അങ്ങനെ എവിടെയും കാണുന്നില്ല. ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങുവാണേ. അവരെന്നെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. കുളത്തിൻ്റെ അരുവിലേക്ക് എത്തി. സൈഡിലൂടെ ഞാൻ അതിലൂടെ നടന്നങ്ങോട്ട് പോകാൻ കേട്ടോ. ചെറുതായിട്ട് വഴുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാവേ. മുണ്ടകൻ പാടത്തെ മുത്തുമ്പ വിഴവും കൊയ്യാനെത്തണ പ്രാവാണ്, തങ്കക്കീനാക്കളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. ഈ വയൽ കണ്ടപ്പോൾ എനിക്ക് മൂളാൻ വേണ്ടി തോന്നിയ പാട്ടാണ് കേട്ടോ അത്. നല്ല രസമില്ലേ വയൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ വന്നേ. വൈകും നന്ദൊക്കെ ഇവിടെ വീണ്ടും അതിലേക്കുള്ള ചാടാനുള്ളൊരു ഒരുക്കത്തിലാണ് ഉള്ളത്. ഈ വെള്ളം നല്ല ക്ലീനൊക്കെ ആക്കിയതാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മോശം വെള്ളമാണ്. മോശം വെള്ളമൊന്നുമല്ല. നന്നായിട്ട് ഈ കഴിഞ്ഞ തവണ പമ്പൊക്കെ വെച്ച് ഈ വീട്ടിലെ ആൾക്കാർ പമ്പൊക്കെ വെച്ച് അതിന് ചളിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളി ക്ലീനാക്കിയ കുളമാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് നീന്തുന്നതിന് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാ ആച്ചു എന്തോ സാധനമായിട്ട് വരുന്നുണ്ട്. ഓ, നേന്ത്രപ്പഴമാണ് കേട്ടോ. അതായത് ഇവർ നേരത്തെ തന്നെ നീന്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവർ നേരത്തെ തന്നെ നീന്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലോണം വിശന്നിട്ടുണ്ടാവണം. ആച്ചു വീട്ടിൽ പോയിട്ട് നേന്ത്രപ്പഴമൊക്കെ കട്ടിയിട്ട് എടുത്തുകൊണ്ട് വരിക ചെയ്തേ. അപ്പോൾ എനിക്കൊരു പീസ് അതിൻ്റെ അകത്ത് തരാൻ വേണ്ടി വന്നതായിരുന്നു. എന്തായാലും നീന്താൻ വേണ്ടി പോകുമല്ലേ, ഞാനും ഒരു കഷ്ണം കഴിച്ചു. ഞാൻ ഏതായാലും കുറച്ചൊന്ന് നീന്തി നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണേ. പിന്നെ വൈകും അവരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു പേടിയൊന്നുമില്ല ഇപ്പോൾ. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. കുറച്ചൊക്കെ നീന്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീഡിയോസ് കണ്ടിട്ട്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആരെങ്കിലും നീന്താൻ പഠിക്കാൻ വേണ്ടി പോയോ ആവോ? കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീന്തൽ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും പോയിട്ട് നീന്താനൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? ആരെങ്കിലും പഠിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. വൈകൂസതാ വീണ്ടും അവിടത്തേക്ക് ഇങ്ങനെ കുളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇറങ്ങാതെ ഇരിക്കുമ്പോൾ വൈകുവിൻ്റെ ഒരു പരിപാടി ഉണ്ട്. വൈകു വെള്ളം എടുത്ത് നേരെ എൻ്റെ മേത്തേക്ക് തെറിപ്പിക്കും. ഞാൻ ഏതായാലും ഒന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് നീന്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ തൊട്ട് അപ്പുറത്തെ സൈഡിലെത്തും.
ശരിക്കും പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതിൻ്റെ അകത്ത് നീന്തുമ്പോൾ വിചാരിക്കുമോ എനിക്കിതൊന്നും പോരാ, കുറച്ചും കൂടി വലുത് വേണമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ. കാരണം പഠിക്കുന്ന സമയത്ത് ഇത് വലിയ കുളമായിട്ടും പേടിയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പോരാ, കുറച്ചും കൂടി ഒന്ന് ലെങ്ത്തിൽ നീന്താൻ വേണ്ടി പറ്റണം, കുറച്ചൊന്ന് മുങ്ങിയിട്ടൊക്കെ നീന്തിയിട്ട് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ കുളത്തിലൊക്കെ പോയി നീന്താനായിരിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്നാലും ഇതെങ്കിലും ഉണ്ടല്ലോ നീന്താൻ വേണ്ടി എന്നുള്ളൊരു ആശ്വാസത്തിലുള്ളത്. ഞാൻ കുറച്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി നോക്കി. മുമ്പ് ഞാൻ നീന്തി നോക്കുന്ന സമയത്ത് മുങ്ങിയിട്ടൊന്നും എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് മുങ്ങിയിട്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും മുങ്ങൂല, കുറച്ചൊക്കെ ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് മുങ്ങിപ്പോവും, പിന്നെ ഓട്ടോമാറ്റിക്കായി മുകളിലേക്ക് പൊന്തും. കുറച്ച് പേടിയുണ്ട്. 2-3 മൂക്കിലൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതെവിടെ ഇവർ വെള്ളത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാട്ടോ. വെള്ളത്തിലിറങ്ങിയപ്പോൾ ഇവർക്ക് ഓരോരോ ഗെയിംസാണ് കേട്ടോ. ഗെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെള്ളത്തിൽ നിന്ന് ഓടിത്തൊടൽ, പിന്നെ കുളങ്കര ഇങ്ങനെയൊക്കെയുള്ള ഓരോ കളികളാണ്. പിന്നെ എന്താണ് നമ്മളിവിടെ പണ്ട് കളിക്കുന്ന കളിയില്ലേ, അത് ഓടിത്തൊടൽ എന്നെല്ലാം പറയുന്നത് നമ്മൾ. അപ്പോൾ ഇവരിങ്ങനെ പേര് വിളിക്കും, തൊടാൻ വേണ്ടി പോകും. പിന്നെ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഇവർ കുളത്തിൻ്റെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. ഒന്നെങ്കിൽ വല്ല മുടിയോ അല്ലെ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലയോ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും ഇവരെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും വെള്ളത്തിൻ്റെ അടിയിലായിട്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, സെർച്ച് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇതിൻ്റെ ആർക്കാണോ ഫസ്റ്റ് കിട്ടുന്നത് അവർ വിന്നർ. ആ രീതിയിൽ അവർ സെറ്റ് ചെയ്തത്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ഇലയുടെയൊക്കെ ആക്കി, ബെല്ലവും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല ഇലയുടെയൊക്കെ ആക്കി. കാരണം അറിയാലോ നീന്താൻ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ ഇലയുടെയൊക്കെ ആക്കാനുള്ള പ്രിപ്പറേഷനിലുണ്ടായിരുന്നത്. ഇതാണ് ഈ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഞാനിവിടെ ഗ്യാസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ മഴയും അതുപോലെ തന്നെ ഈ തണുപ്പെല്ലാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇലയുടെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടല്ലോ, ഇതാണ് ഇലയട. നിങ്ങൾ ആരെങ്കിലും ഇലയട ഉണ്ടാക്കാറുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഏലക്കയൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുമ്പാക്കുന്ന സമയത്ത് ഏലക്കായൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കായൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഏലക്കായൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് തേങ്ങയും ബെല്ലും മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.